ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിന് നടുക്ക് കുറച്ച് വെജിറ്റബിൾസും ചിക്കൻ വറുത്തതും അതേപോലെ മുട്ട ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ചപ്പാത്തി റോള് നോക്കിയാലോ? ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഇത് നല്ലതാകട്ടോ. ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന പച്ചക്കറി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, സവാള, തക്കാളി. സവാളയും ക്യാരറ്റും നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാട്ടോ, കനം കുറച്ച്. പിന്നെ തക്കാളി നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പനീർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാട്ടോ. ഇനി 2 കോഴിമുട്ട പുഴുങ്ങിയത് മാറ്റി വെക്കണം. പിന്നെ ചിക്കൻ്റെ ചെറിയൊരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് വറുത്ത് എടുക്കണം. ഇനി അത് ഓയിൽ ഇല്ലാണ്ട് വേണേലും വറുത്തെടുക്കാം. എയർ ഫ്രയറിലോ അവനിലോ ഇട്ട് ഗ്രില്ല് ചെയ്താണേലും എടുക്കാം. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിക്കണം. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുപ്പും നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി നമ്മുടെ പനീറും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ആവി കയറ്റണം. ഈ 2 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി പറയുന്നത് ഓപ്ഷണലാണ് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു ക്രീമി ടെക്സ്ചർ വേണമെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ചെറിയൊരു ബൗൾ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ യോഗേർട്ടും അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തിക്കകത്തേക്ക് ഇതെല്ലാം കൂടെ വെച്ച് കൊടുക്കാം. അതായത് ചപ്പാത്തി എടുത്തിട്ട് അതിനകത്തേക്ക് ഈ യോഗേർട്ടിൻ്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് അവക്കാഡോ ഇല്ലേ, പഴുത്ത അവക്കാഡോ, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മുടെ പുഴുങ്ങിയ മുട്ട നീളത്തിൽ കീറി അതിൻ്റെ പുറത്ത് വെച്ച് കുറച്ച് യോഗട്ടും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് അങ്ങ് റോൾ ചെയ്തെടുത്താൽ നമ്മുടെ ചപ്പാത്തി റോള് റെഡി. വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണേലും ഇത് ഇഷ്ടപ്പെടും. അതേപോലെ ഡയറ്റ് നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.